ക്രിസ്, യെസ്, താങ്കൾ വല്ലാതെ ആളുകളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ? ഇല്ല, അത് ടീഷർട്ടിൽ മാത്രമേ ഉള്ളൂ. ടീഷർട്ട് മാത്രമേ ഉള്ളൂ ബോൺ ടു ആർഗ്യൂ എന്ന്. ബിക്കോസ് ബീങ് എ ലോയർ ഐ ഹാവ് ടു ആർഗ്യൂ. അപ്പോൾ തൊഴിൽപരമായിട്ട് ആർഗ്യൂ ചെയ്യുന്നല്ലാതെ ആർഗ്യുമെന്റിനോട് വലിയ താല്പര്യമില്ല. 18 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അവസാനമായി കാണുന്നത്. ദുബായിൽ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അന്ന് സിനിമ അഭിനയിച്ച് സിനിമ റിലീസ് ചെയ്ത സമയമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തൊരു ഇന്റർവ്യൂ ആയിരുന്നു അത്. അങ്ങനെ പറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖം. ദിവ്യയുടെ നാട് എവിടെയാണ്? കണ്ണൂര്. കണ്ണൂരാണ്. ക്രിസിൻ്റെ നാട് എറണാകുളം. ക്രിസ്, ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്രിസ് ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. ശ്രദ്ധിച്ചു. സോഷ്യൽ വോയറിസം. നിങ്ങളിപ്പോൾ അതിൻ്റെ ഇരകളാണ്. കുറച്ച് കാലങ്ങളായി ഇരകളാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങൾ വഴങ്ങിയില്ല. ബിക്കോസ് പൊതുവേ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുമ്പോൾ അവർ തോന്നിയതുപോലെയൊക്കെ പറയുകയും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയും എല്ലാം ചെയ്യുന്ന അതിനെല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്തു. കാരണം റിയാക്ഷൻസ് ഡോണ്ട് റിയലി കൗണ്ട്. റെസ്പോണ്ട് ചെയ്തു. യെസ്, റെസ്പോണ്ട് ചെയ്തതിൽ ഇതൊരു രോഗമാണെന്നും അത് തീർച്ചയായിട്ടും മാറുമെന്നും എല്ലാവർക്കും ഒരു ഗെറ്റ് വെൽ സൂണും പറഞ്ഞിട്ട് അങ്ങ് ഒതുക്കി. രോഗികൾക്ക് രോഗത്തിൽ നിന്ന് വിമുക്തി കിട്ടാനുള്ള ആശംസകളും നേർന്നു. അതെ, കാരണം അത്തരം രോഗികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. കാരണം പണ്ട് കാലത്ത് അത് മഞ്ഞപത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് ഒരു സോഷ്യൽ ലെവൽ ഓൺലൈനായിരുന്നേ ഉള്ളൂ. ഇനി ഭാവിയിൽ അതെങ്ങനെയാവും എന്നറിയില്ല. കാരണം ഇനിയിപ്പോൾ വെർച്വൽ റിയാലിറ്റീൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലമാണ്. അപ്പോൾ ഇനി എങ്ങനെ പോകും എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും അത്? ടു വൺ എക്സ്റ്റെൻറ്റ് ഒരുവിധം അവരുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ, പിന്നെ ചീപ്പ് ഡോപ്പമീൻ എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം എൻജോയ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ, ആർക്കും ഒരു ഫേക്ക് ഐ ഡിയുടെ പുറകിൽ നിന്നുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ, പിന്നെ ലോസ് ആർ നോട്ട് ഇനഫ് സ്ട്രിഞ്ചൻറ്റ് ഇനഫ് ടു നാബ് സച്ച് പീപ്പിൾ. ഇപ്പോൾ ടെക്നോളജി വളരുന്ന ആ വേഗത്തിൽ നിയമങ്ങൾ വളരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് കാരണം ഇവരാരും ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നില്ല. ഈ സോഷ്യൽ വോയറിസത്തിനെതിരെ വേണമെങ്കിൽ അവർ ഒറിജിനൽ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ BNS 375 വെച്ചിട്ടൊരു കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർ ഡീഫെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ. ശരിയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞതൊക്കെ അവരത് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് താങ്കൾ ഈ പറഞ്ഞത്. അല്ല, ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ ഈ അന്യൻ്റെ സ്വകാര്യതയെക്കുറിച്ച് പരാമർശിച്ചും കഥകൾ മെനഞ്ഞും അതിൽ ആനന്ദം കണ്ടെത്തുന്നത് സത്യം പറഞ്ഞാൽ അതൊരു അപകർഷതാബോധത്തിൻ്റെ റിസൾട്ടാണ്. ഫ്രസ്ട്രേഷൻ അല്ലേ? ഫ്രസ്ട്രേഷൻ മാത്രമല്ല, സ്വന്തം ഇൻഫീരിയോറിറ്റി മറച്ചു വയ്ക്കുവാൻ വേണ്ടി കണ്ടെത്തുന്നതാണ്. കേരളത്തിൽ അസംഖ്യം വരുന്ന ഗവൺമെൻറ് ജീവനക്കാരുടെ ഒരു വലിയ സമൂഹമുണ്ട്. അവരാരും എന്നോട് ഇത് കേട്ട് ദേഷ്യപ്പെടരുത്, ഒരു ഒപ്പീനിയൻ പറയുകയാണ്. ഉദാഹരണത്തിന് നോക്കൂ, നമ്മുടെ സർക്കാർ സർവീസിൽ വരുന്നതിലൊരു ചെറിയ ശതമാനം പേർക്കെങ്കിലും കുറച്ച് പ്രായം കഴിയുമ്പോൾ യൂത്തിനോട് പ്രതിഭകളോടൊക്കെ ഒരു വല്ലാത്ത അവേർഷൻ തോന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നന്നായി പാടാൻ കഴിയുന്ന, നന്നായി ആടാൻ കഴിയുന്ന, നന്നായി ഒരുപാട് ആകാശങ്ങൾ കീഴടക്കാൻ കഴിയുമായിരുന്ന ടാലൻറ്റുകൾ കുട്ടിക്കാലത്തും യൗവനത്തിലും യൗവനാരംഭത്തിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. ജീവിതം മുന്നോട്ട് പോകാനും കുടുംബത്തെ സംരക്ഷിക്കാനും പല പ്രാരാബ്ദങ്ങൾക്കുമൊക്കെയായി പരീക്ഷ എഴുതി ജോലി കിട്ടി, അങ്ങനെ ഫയലുകൾക്ക് മുന്നിൽ ജീവിതം തളച്ചിടപ്പെട്ടു പോകുമ്പോൾ അവർ കുട്ടിക്കാലത്തും കൗമാരത്തിലുമൊക്കെ കണ്ട അവരുടെ സർഗ്ഗ കിനാവുകൾ മുഴുവൻ പൊലിഞ്ഞു പോകുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ക്രിസ് ചൂണ്ടിക്കാണിച്ച. ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് തന്നെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവരുടെ മനസ്സ് ഇല്ലാതായി പോകും. എൻ്റെ പരിചയത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത ചില സുഹൃത്തുക്കളുമുണ്ട്. നോക്കൂ, അവരോട് നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു കാര്യവുമില്ല, മറ്റൊരു വ്യക്തി, പ്രതിഭയായ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഉടൻ അവരുടെ മറുപടി അതിന് നമുക്കെന്താ നേട്ടം. മറ്റൊരാളിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് വല്ലാതെ കണ്ട് ചുരുങ്ങിപ്പോകും.